പരിധി കഴിഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അത് നല്ല തീരുമാനമാണ്. യെസ്, അമ്മ അതേ പറയുമെന്ന് എനിക്കറിയാം. അല്ല, നിനക്കെന്താ ജ്യോതി തോന്നുന്നേ? ഏട്ടൻ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കല്ലേ ഏട്ടാ വേണ്ടത്. ആ ആ சார், நம்ம வாழும்போது கொஞ்சம் காலம் தானே. அந்த கொஞ்ச காலத்துல நம்மளால முடிஞ்ச உதவிய മറ്റൊരാൾക്ക് பண்ணது നല്ലതാണേ. കറക്റ്റ്. അതെ ശരവണ, ഇനിയുള്ള എൻ്റെ ജീവിതം പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകാർ തന്ന വീട് വിട്ടിട്ട് ഇവിടെ വന്ന അമ്മയോടൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. മോനെ, ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ ഒരു മുറി പോലും ഇല്ല. അയ്യോ, എന്തിന്? അമ്മയുടെ കൂടെ വെറും തിണ്ണയിൽ കിടന്നുറങ്ങിയ തിണ്ണയിൽ കിടന്നുറങ്ങിയപ്പോലും എനിക്ക് സന്തോഷമല്ലേ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? ആരാ എനിക്ക് മറുപടി തരുന്നത്? നിത്യയുടെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അത് കള്ളമല്ലേ? പറ. അല്ല, ഇനിയൊരു കള്ളം പറയുന്നത് സൂക്ഷിച്ചു വേണം. കാരണം കള്ളം പറയുന്ന നാവ് ഞാനിങ്ങ് അറുത്തെടുക്കും. അത് പെറ്റമ്മയുടെ ആയാലും എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ആയാലും. വർഷങ്ങളോളം ഇരുട്ടിൽ കിടന്ന് തിരിച്ചു വന്നവനാ ഞാൻ. ആ എന്നെ കബളിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊന്നു തീർക്കും ഞാൻ. സത്യം എന്താന്ന് പറ. സത്യം ഞാൻ പറയാം. പറ. മോളെ, എന്തിനാ അമ്മേ, എന്തിനാ മറച്ചു വെക്കുന്നത്?
സത്യങ്ങൾ അറിയട്ടെ. പറ. സത്യം എന്താണെന്ന് നീ തന്നെ നിന്റെ നാവ് കൊണ്ട് പറ. ഒരു നിമിഷം പോലും ഈ വീട്ടകത്ത് നീ ഉണ്ടാകാൻ പാടില്ല. നടക്കാം. സ്വത്തിന് വേണ്ടിയില്ല നീ ഇവിടെ നിൽക്കുന്നത്. സ്വത്തിന്റെ കാര്യത്തില് എന്റെ തീരുമാനം ഇതാ. എനിക്കുള്ളതെല്ലാം എന്റെ മോൻ ഹരിക്ക് അവകാശപ്പെട്ടു. ഇന്നു മുതൽ നിന്റെ സ്ഥാനമേ ഈ പടിക്ക് പുറത്താ. ഇറങ്ങടി. ഇല്ല, എനിക്ക് സൗകര്യമില്ല. ഇനി ഒരു തിരിച്ചുവരവിന് വിശ്രമിക്കണ്ട. എന്നാലുണ്ടല്ലോ കൊത്തി നുറുക്കിട്ടാണെങ്കിലും എന്റെ മോന് ഞാൻ സമാധാനം കൊടുക്കും. മനസ്സിലായോടി?